Where are you from? England. Hello mate, how are you? Fine. നമുക്ക് വീഡിയോ എടുക്കാൻ റാൻഡംലി 2 കപ്പിൾസിനെ കിട്ടിയിരിക്കുകയാണ്. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഗോവയിലേക്കുള്ള ട്രിപ്പിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിലാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഞങ്ങൾ ഗോവയ്ക്ക് പോകാൻ ഒരുങ്ങിയാണ്. അപ്പോൾ ഗായ്സ് ബാക്കി കാഴ്ചയ്ക്ക് കാണാം. ഗായ്സ് അങ്ങനെ യാദൃശ്ചികമായിട്ട് ഞാൻ എൻ്റെ കോളേജ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് പ്രിൻസിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച്. നീ ഓടിക്കാടാ, നമ്മുടെ പയ്യന്മാരൊക്കെ ബൈക്കിലുണ്ട്. ഞങ്ങളങ്ങനെ ട്രെയിനിൽ കയറി. ഞങ്ങൾ ട്രെയിനിൽ കയറിയപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ ഫാൻ കിട്ടിയിട്ടുണ്ട്. ഹായ് പറഞ്ഞേ. ഹായ്, പേരെന്താ? ഹായ് പറഞ്ഞേ. ഹായ് ഹായ് പറഞ്ഞേ. ഹായ് ഹായ് പറഞ്ഞേ. ലിനേക്കർ അവരുടെ ബാഗും സാധനങ്ങളൊക്കെ അവർക്ക് ഇറക്കി കൊടുത്തിട്ട് വരുന്നതാണ് കാണുന്നത്. ഇതാണ് നമ്മുടെ മെല്ലിൻ്റെ ആളില്ല. അവിടെ ആയിരുന്നു അവർ ഇരിക്കണ്ടായിരുന്നു. അമ്മയും പോയി, അവർ പോയി. ഞങ്ങൾ ഏകദേശം ഒരു 4 മണി 4:15 കൂടിയിട്ട് മഡ്ഗൗൺ ജംഗ്ഷനിലെത്തി. വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഞങ്ങൾ ഗോവയിൽ. എന്ത് ചെയ്തൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. മഡ് ടു ഗോവ. മഡ് ഗോവ വേറെ എടുക്കുക. ഏകദേശം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ റെൻറ്റിൻ്റെ ആളുടെ കൂടെ പോയി വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങളുടെ യാത്ര തുടങ്ങി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ ഫസ്റ്റ് അഗോഡ ഫോർട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഇറങ്ങി. ഞങ്ങളിപ്പോൾ ഗോവയിലെ കാഴ്ചകൾ കണ്ടുകൊണ്ടിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരും കാഴ്ചകളെ നമുക്ക് ബാക്കി കാണാം. ഇനി ഞങ്ങൾ അടുത്തത് പോകാൻ പോണത് അഗോഡ ഫോർട്ടിലേക്കാണ്. അഗോഡ ഫോർട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ബീച്ച്, പിന്നെ അങ്ങനെയൊക്കെ പോകും. ഒടുക്കത്തെ ബ്ലോക്കാണ്, ഭയങ്കര ബ്ലോക്കാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ അഗോഡ ഫോർട്ട് എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടടാ? എടുത്തിയൊന്നുമില്ല, ഇതൊക്കെ എങ്ങനെയുണ്ടല്ലോ. അഗോഡ ഫോർട്ട് ചില്ലിങ് വിത്ത് ഗൈസ്. കോട്ട, അതാണ് ഗൈസ് കോട്ട. ഏതോട്ടെ തൃശ്ശൂർ കോട്ടയിന്നാണ് നമ്മുടെ അമ്മല് പറയുന്നത്. ജെൻസന് ജയിലിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹം. ജെൻസാ കയറണം. കുറ്റവാളിയാണ് അത്. എന്തായാലും ആഗ്രഹം കുറ്റവാളിയാണ്. ഇതൊക്കെ ഇന്നിടണ്ടാ. ജെൻസ് എന്തോ കോമഡി പറഞ്ഞ, അല്ല ലിനേക്കർ എന്തോ കോമഡി പറഞ്ഞത്. ലിനേക്കർ ഒരു കോമഡി കൂടി പറഞ്ഞ. ഒരു വ്യൂ കിട്ടില്ല എന്ന് പറയണ. ഇവിടെ വന്നേ പിന്നെ തൊട്ട് പിന്നെ നല്ല വ്യൂ ആ.
ഗായ്സ് ഞങ്ങൾ ജയിലിൽ പോവാണ്. അങ്ങനെ ജെൻസന്റെ ജയിലിൽ കയറണം എന്നുള്ള ആഗ്രഹം സാക്ഷാത്കാരമായിരിക്കുന്നു. ജെൻസാ എന്താ പറയാ, എന്താ ശരിയാണോ ഗായ്സ്? അങ്ങനെ ഞങ്ങൾ ജയിലിനുള്ളിൽ കയറിയിരിക്കുകയാണ്. ജയിൽ ഇത് ടിപ്പു സുൽത്താന്റെ ഹോട്ടലടാ. വാവ്, അമല് ജയിലിനുള്ളിൽ അമല് ചരിത്രം പറഞ്ഞടാ. ഇതൊരു നല്ല ഇതാണ് ഹായ് ഹായ് ഹലോ ഹായ് ഹായ് പറഞ്ഞ ബേബി ഹായ് ഹായ് പറഞ്ഞ ബ്ലോഗ് ഹായ് ഹായ്. ഈ കണ്ടുപിടിച്ച പറഞ്ഞു ഗൈസ്. എവിടെയാണ് ലീക്ക് ഗൈസ്? ലീക്ക് നിങ്ങൾ കണ്ടോ ഗൈസ്? ലീക്ക് എടാ നീ ഭയങ്കര ഏട്ടാ. എങ്ങനെ നീ കണ്ടുപിടിച്ചത്? ഇതിനൊക്കെ നീ ഒന്നും കണ്ടുപിടിച്ചാ? ഞാൻ കണ്ടുപിടിച്ചില്ല. എന്ത് നീ കണ്ടുപിടിക്കാത്ത? ഇവൻ വേറെ പലതും കണ്ടുപിടിക്കുന്നുണ്ട്. നമ്മൾ കോട്ടയുടെ ഉള്ളിൽ കയറിപ്പിന് തൊട്ട് ഇതിനൊക്കെ പലതും കണ്ടുപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രായം കല്യാണം ഗൈസ്. അങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാൻ റാൻഡംലി 2 കപ്പിൾസിനെ കിട്ടിയിരിക്കുകയാണ്. So I'm Vinu. This is my wife Rubika. അപ്പൊ നമുക്കങ്ങനെ ജസ്റ്റ് നമ്മുടെ റാൻഡംലി ഫോട്ടോ എടുക്കുമ്പോൾ നമുക്കങ്ങനെ കപ്പിൾസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അവരുടെ വീഡിയോ എടുത്ത് കൊടുക്കാൻ ഞാൻ ജസ്റ്റ് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി പോവാണ്. ഓക്കെ, അഗോഡ ഫോർട്ട് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയത് ബാഗ ബീച്ചിലേക്കാണ്. നമ്മൾ ഡേ 2 ഞങ്ങളിപ്പോ ചപ്പോറ ഫോർട്ട് അവിടേക്ക് പോയോണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി നമ്മുടെ റൂമിൽ നിന്ന് ഏകദേശം ഒരു 9 കിലോമീറ്റർ ഈ ചപ്പോറ ഫോർട്ട്. അപ്പോൾ അവിടേക്ക് പോയി കൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞങ്ങൾ നേരത്തെ പോയിട്ട് ഞങ്ങൾ പാക്കേജിൽ അറേഞ്ച് ചെയ്ത് നമ്മൾ കഴിച്ചു. ഇനി അവിടെ തിരികെ ഫോർട്ടിലെത്തുകയാണ് ഗൈസ്. ഇവിടെ കുറേ സ്റ്റെപ്പ് ഉണ്ട് കയറാൻ. ഇതൊക്കെ കയറിയിട്ടാണ് ഇനി അവിടെ എത്താൻ. ഞങ്ങളാണെങ്കിൽ ലേറ്റായി ഇറങ്ങുമ്പോൾ. ഇപ്പോൾ സമയം 12:45. അയ്യോ എല്ലാത്ത ചതിയായി പോയി. അമല്, ജെൻസൺ, ലിനേക്കർ. അയ്യോ ബാക്കി കാഴ്ചകൾ സ്റ്റെപ്പ് കയറിയിട്ട് കാണിച്ചു തരാം ഗൈസ്. Going up to the 16th floor, I just need a little more. Rocking out to Lona Shore, making that thing spin back and forth. Look at us, we're out of stores. Thank God we're not keeping score. Losing our mind. ഇവിടെ അല്ലടാ ഹിന്ദി സിനിമയിൽ മറ്റേ അമീർ ഖാൻ പിന്നെ മറ്റേ 2 നടന്മാരും കൂടി ഇരുന്നത് അല്ലടാ ഇവിടെ അല്ലേ? അതെ, അവിടെയാണ് അമീർ ഖാൻ ഇരുന്നത് ഗൈസ്. ആ കല്ലിൻ്റെ അവിടെയാണ് അമീർ ഖാൻ ഇരുന്നത്. എന്താടാ ശരിയാ? ഭയങ്കര തിരക്കുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അമീർ ഖാൻ ഇരുന്ന സ്പോട്ട്. റിസോർട്ടുകളാവൂലടാ അടിയില്. അമല റിസോർട്ട് ആവൂലേ ഗൈസ്? ഞങ്ങളങ്ങനെ ചെപ്പോറ ഫോർട്ടിന്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് തോന്നുന്നു പീക്ക് പോയിന്റ്. അല്ലടാ ഇതാവൂലേ? അതായിരിക്കണം അല്ലേ ഗൈസ്? ഇല്ലേ ലിനക്രെ ജെൻസനാണ് ഹാഷിറിനായിട്ടുണ്ട്. ഇല്ലേ അമല?
ഗൈസ് അങ്ങനെ ഞങ്ങൾ ചെപ്പാറ ഫോർട്ട് കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയാണ്. ഇനി അടുത്ത ബീച്ച് ചെയ്യാല്ലേ? ബീച്ച് പോവാം. ഓക്കെ ഗൈസ്, ബൈ. ഇവിടെയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കാൻ കാലത്ത് ഉച്ചയ്ക്ക് വൈകുന്നേരം വരുന്നത്. ഇന്നത്തെ ഫുഡ് കഴിച്ചിട്ടിപ്പോ ഞങ്ങൾ ഇനി അഞ്ചുന ബീച്ചിലേക്ക് പോവുകയാണ്. നമ്മുടെ പയ്യന്മാർ ബാക്കിൽ വരുന്നുണ്ട്. വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഫുഡ് അടിക്കാൻ നേരം വൈകി ശരിക്കും പറഞ്ഞ. എന്താ ഓണല്ലേ? കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചോക്കാ പൊടിയാവാണ്ടിരിക്കാനാണെന്നാണ് അവൻ പറഞ്ഞത്. ഓ മഴ ചെറുതായിട്ട് തോന്നുന്നുണ്ട് ഗൈസ്. മഴ പെയ്താ പെടും, കടലൊന്നുമില്ല. ഇതിപ്പോ നമ്മുടെ കേരളം പോലെ തന്നെയാണ് ഈ സ്ട്രീറ്റ്. എനിക്ക് നമ്മുടെ നാട്ടിലത്തെ റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കണ പോലെ തോന്നുന്നു അല്ലേ? എന്താ ചേട്ടൻ അഭിപ്രായം? കേരളത്തിലൂടെ പോണ പോലെ. ഇവിടെ ഈ രജിസ്ട്രേഷൻ GA മാറ്റിട്ട് കേരളാക്കണമെങ്കിൽ ശരിക്കും കേരള. നമ്മുടെ തൃശ്ശൂർ റൗണ്ട് പോലത്തെ റൗണ്ടുകളുണ്ട് ഇവിടെ കുറെ. ഇവിടെ ഇപ്പോ ഞാനിപ്പോ വന്ന് കാണുന്നത് 3ാമത്തെ റൗണ്ടാണ്. എന്താവോ എന്തോ അമ്മല എന്തൊക്കെയോ കയ്യോണ്ടാണ്. മല്ലൂസ് കോട്ടേഴ്സ്. ഇവിടെ പോണ വഴിക്ക് ഒരു പള്ളി, ഹോളി ട്രിനിറ്റി ചർച്ച്. ഏതാ ഫ്രണ്ട് ഭാഗം എവിടെയാണോ? ഫ്രണ്ട് ഭാഗം ഇതന്നെയാണോ? അല്ല, അപ്പുറത്ത് ബാക്കിലാണ് ഫ്രണ്ട് ഭാഗം. നമ്മൾ പോകുന്നതിന്റെ ബാക്ക്. ഇതാണ് ഇവിടുത്തെ ബസ്. ഓഫ് റോഡ് വണ്ടികൾ കുറേ നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു താറിന്റെ മീറ്റപ്പ് ഉണ്ടായിരുന്നു. കുറേ ഓഫ് റോഡ് വണ്ടികൾ കാണാം. ബൈക്കിനാണ് കൂടുതൽ. ബൈക്കില്ല ഇവിടെ, ബൈക്കുകള് കുറവാണ് പൊതുവെ. ഇവിടെ കൂടുതൽ സ്കൂട്ടി, ഇതുപോലത്തെ 2 വീലർ സ്കൂട്ടർ ടൈപ്പാണ് കൂടുതൽ. ഫസീനോ തന്നെ കാണുന്നത്. ഫസീനോടെ കളിയാണ് ഫുള്ള്. പിന്നെ ആക്ടിവ നമ്മളെ ആക്ടിവാണ് എടുത്തോളെ. നമ്മളെ വണ്ടിയുടെ ഒന്നും പറയുന്നില്ല. സൂപ്പറാണ്, സൂപ്പർ. ജെൻസെ കണ്ണാട് വെച്ച് ഓടിക്കുക. അഞ്ചുന ബീച്ച് ഇനി എത്താൻ ഏകദേശം ഒരു 6 കിലോമീറ്റർ ഉണ്ട്. അതുപോലെ എടുത്തു പറയേണ്ടത് ഫോറിനേഴ്സ് പൊതുവെ കോവിലിപ്പോ കുറഞ്ഞിരിക്കാണ്. ഞങ്ങളിപ്പോ വന്നപ്പോ കുറച്ച് പേരെ ആ ഫോറിനേഴ്സ് കണ്ടത് തന്നെ. ഫുള്ള് ഈ കൂടുതൽ ഇന്ത്യയുടെ തന്നെ നോർത്ത് നിന്നുള്ള ആൾക്കാരാണ്. മലയാളികളും ഉണ്ട്, എന്നാലും നോർത്ത് നിന്നാണ് ആൾക്കാർ കൂടുതൽ. ഫുഡ് അടിച്ചത് ഭയങ്കര സീനാണ്. അവിടെ ഭയങ്കര റോഡൊക്കെ ഭയങ്കര മോശമാണ്. നമ്മുടെ കേരളത്തിന്റെ അത്രയ്ക്ക് ഇല്ലെങ്കിലും കേരളത്തിന്റെ മോശമാണ്. ഭയങ്കര പൂട്ടി വണ്ടിക്കൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ. അടുത്ത റൗണ്ട് ഞാൻ പറഞ്ഞില്ല, ഇവിടെ 4 റൗണ്ട്. ഇതവിടെ അടുത്ത റൈറ്റ്. അതുപോലെ തന്നെ ഡ്രസ്സിനൊക്കെ ഭയങ്കര ചീപ്പ് റേറ്റ് ആണ്. ഏകദേശം ഒരു ഷർട്ടിനൊക്കെ 300, അതുപോലെ താഴേക്ക് ഭയങ്കര ചീപ്പാണ്. അതുപോലെ അടിപൊളിയാണ് ഇവിടെ. ജെൻസ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, ഇവിടെ ഒരു സ്ഥലം മേടിച്ചിട്ട് പാർക്കിങ്ങിനായിട്ട് ബിസിനസ് തുടങ്ങാ. നീയല്ലേ ബിസിനസിന്റെ ഐഡിയാസ് ഉള്ള ആള്, നീ എന്തൊന്നും പറയാത്തേ? സൂപ്പർ. നമ്മൾ അഞ്ചുന ബീച്ചിലേക്ക് എത്താറായി. നമ്മളിപ്പോ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷോർട്ട് കട്ടിയോടെ. ആള് നമ്മൾക്ക് പണി തന്നതാണോന്ന് അറിയില്ല, എന്നാലും നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഗൈസ് അഞ്ചുന ബീച്ച്.
അഞ്ചുര ബീച്ചിലെത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ പിള്ളേര്, നമ്മുടെ വേറെ കുറെ ആൾക്കാർ ബീച്ചിലേക്ക് വന്നിട്ടുണ്ട്. ബീച്ച് എന്താ എന്താ ലിനാഗിരി തുറത്തിലേക്ക് കടലാസ്വദിക്കാണ്. ആര് കടല് കടല്. ഇത് നമ്മുടെ ബീച്ചിന്റെ കാഴ്ചയാണ്. നമ്മുടെ പട്രോൾമാൻ വന്നിട്ട് എല്ലാവരും ഓടിപ്പിക്കുന്നുണ്ട്. പെട്ടെന്ന് തിരമാലകളുടെ ശക്തി കൂടി തുടങ്ങിയിട്ടുണ്ട്. അത് കാരണമാണ് ആൾക്കാരെ ഓടിപ്പിക്കുന്നത്. നേരത്തെ മറ്റേ പെട്രോൾമാൻ വന്നിട്ട് എല്ലാവരും മതി. ഇതൊക്കെ ഇവിടെ ഫിഷർമാനായി. ഫിഷർമാൻ മീൻ പിടിക്കാൻ മാത്രം പെർമിഷൻ അവിടെ. ഇത് ഇവിടുത്തെ ഒരു പണി കഴിയാത്തൊരു പപ്പാന്ന് തോന്നുന്നുണ്ട്. അമ്മലെ നോക്കിണ്ട് സൗണ്ട് ഇല്ലാട്ടോ, ഞാൻ വെറുതെ ആക്കുള്ളൂ. അങ്ങനെ ഞാൻ വീട്ടിക്ക് വേണ്ടിട്ട് ഇത് മേടിച്ചു. വീട്ടിന് വേണ്ടി ഇത് നമ്മള് വീട്ടിൽ വേണ്ടിട്ട് സംഭവം അമ്മയ്ക്കും പപ്പയ്ക്കും ചേച്ചിക്ക് വേണ്ടിട്ട് ചെറിയ. ഇവിടെ എല്ലായിടത്തും ഭയങ്കര റേറ്റ് ആണ് പറയുന്നത്. നമ്മളിങ്ങനെ വില പേശ് നിൽക്കാം, അല്ലാണ്ട് കിട്ടില്ല. ഇത് അമ്മല് മേടിച്ചിട്ടുണ്ട്. അമ്മനെന്താ മേടിച്ചേ? കുപ്പി ആണോ? അല്ല അല്ലേ, ഫ്ലോട്ടിംഗ് ഷിപ്പ്. 1500 രൂപ പറഞ്ഞു. അമ്മല് പറഞ്ഞു വെറും 400 രൂപയ്ക്ക് മേടിച്ചു. സത്യം പറയുകയാണെങ്കിൽ 100 രൂപയ്ക്ക് പോലുള്ളത് ഇല്ല അത്. പക്ഷെ അമ്മന്റെ മുഖത്താ സകല അമ്മലെ നീ പറ്റിക്കപ്പെട്ടു. അമ്മലെ നീ 400 രൂപയ്ക്ക് മേടിച്ചത് ഒരു സാധനമല്ല, ഞാൻ 3 സാധനം മേടിച്ചു. ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞ നല്ല സാധനമാണ് ഇത്. നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. ചുമ്മാ പറഞ്ഞാണ്. അവിടെ അടിപൊളി സംഭവമാണ്. നല്ല കളക്ഷനുള്ള ഒരു കടയാണ്. ബൈ ഹായ്. ഇത് 10 rupees. നമ്മളങ്ങനെ പരിചയപ്പെട്ടിരിക്കുകയാണ്. ഫൈനൽ ഡേ, ലാസ്റ്റ് ഡേ ആണ് നമ്മുടെ ഗോവയിൽ ചെന്നത്. സോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ജെൻസൺ വണ്ടി എടുത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്, അമ്മ വണ്ടി എടുത്ത് സെറ്റ് ചെയ്യുന്നു. ദിനകർ എന്താ പറയാനുള്ളത്? ഹാപ്പി, ഇതിനെല്ലാം ഹാപ്പി, വെരി ഹാപ്പി. ലൈഫ് ടൈമിൽ ഇതുപോലെ ഒരു ട്രിപ്പ് ഇല്ല, ദൈവമേ. യെസ്. സോ ഗൈസ്, ഇനി പനാജിയിലേക്ക് പോകുന്നത് ഞങ്ങൾ. പിന്നെ ഓൾഡ് ഗോവ ചർച്ച്. സോ ഇനി അവിടെ വെച്ചിട്ട് കാണാം. You wanna come and get me, kick me down and make me hurt myself. Oh no, you will never forget me. I'm imprinted on your heart, I swear. At times you make me angry, but I know that it could always be worse. Baby, now I'm trying to forget you. Baby, I know everything that was about you. No, I'm joking, I've been looking for the bathroom. Round and round, yeah, round and round we go. Picture perfect, but so many flaws have stopped you. I don't wanna ever see you in the same room. I open up and then you hit on all my issues. Round and round we go.
go. Didn't think you would ever believe in me. ഞങ്ങളങ്ങനെ പഞ്ചിങ് സിറ്റിയിലെ ചർച്ചിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ചർച്ച് കിട്ടില്ല, ചർച്ചാണ് കാണിച്ചു തരാം. Now I see your colors, now they're in my dreams. Do I need a doctor? Do I just need sleep? Cause I've been up for almost 3 weeks. Oh, you think you got to me? All you did was use me, round and round we go. ഗൈസ് അങ്ങനെ ഗോവയിലത്തെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ബുക്ക് ഹൗസാണ്. വർക്കിംഗ് എല്ലാം തോന്നുന്നു. നല്ല ബിൽഡിംഗ് അല്ല മല അല്ലല്ല അല്ല നല്ല ബിൽഡിംഗ് അല്ലേ, വർക്കല്ല വർക്കിംഗ് അല്ല. We go. Baby, baby, now I'm trying to forget you. Hi. Hi. My blog. Nice. Hi. Where are you from? England. England. Manchester. Yeah. Hi. Hello, mate. How are you? Fine. Fine. Are you guys from England? Yes. Yeah, so all of us. So. Oh, okay. Do you have YouTube? YouTube channel? Yeah, YouTube channel. My first vlog. Yeah. Good. Okay. Where do you recommend we go for a nice square? Where's the square? Actually, I don't know this correct. You visited as well? Yeah, I'm also. Right. Okay, Where are you from? I'm from Kerala. Right. We've just been there. Yeah, We've been through to Kerala, Oh, haven't we? yeah. You come to Kerala? We've been, already. Straight from there. We've moved about, where else? Alapi, yeah. Alapi. Houseboats. Houseboat, did the houseboat, yeah, very Very dead. beautiful place. Thackeray. Yeah, good looking, yeah. Been there as well, nice. Thackeray. Yeah. Adirapalli waterfall, famous one. Yes, we saw the waterfall. And Moonar hilltop. Yes. Moonar mixed. Yeah, it's a very beautiful place. Yeah. I'm from Thrissur. Heard about Thrissur Puram? Famous festival in Kerala. Yeah. Is that further down in Kent? Yeah, town. Further down. Elephants. Right. Nice to meet you guys. Yeah. Cheers, mate. Baby, I know everything that was about you. No, I'm joking, I'm looking for the bathroom. Round and round, yeah, round and round we go. Picture perfect, but so many flaws to stop you. I don't wanna ever see you in the same room. I open up and മലയാളി ഹായ്, നൈസ് ടു മീറ്റ് യു ബ്രോ. എവിടുന്നാണ്? നാട്ടില് ട്രിവാൻഡ്രം, തൃശ്ശൂർ. കാണാം. ഞാൻ പറഞ്ഞില്ലടാ മലയാളിയാന്ന്. നമ്മുടെ സ്ട്രീറ്റിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. round and round we go. പഴയ മോഡൽ നല്ല അടിപൊളി സ്ഥലം. സൈഡിൽ മരങ്ങളൊക്കെ ആയിട്ട് ഓൾഡ് ഗോവ ചർച്ചിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഓൾഡ് ഗോവ ചർച്ചിലെത്തിയിരിക്കുകയാണ്. ബസിലിക്ക ഓഫ് ബോം ജീസസ് എന്നാണ് ഈ ചർച്ചിൻ്റെ നെയിം. സോ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇനി ലോട്ട് ഓഫ് ടൈം ടു വിസിറ്റ്. ഞങ്ങളങ്ങനെ ഫ്രാൻസിസ് സേവിയറിൻ്റെ അഴുകാത്ത ശരീരം കണ്ടിട്ട് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാണ്. അവിടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. അത് കാരണം നമുക്ക് അങ്ങനെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളൊന്നും അതിൻ്റെ ഉള്ളിൽ കവർ ചെയ്തില്ല അല്ല മല. പക്ഷെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്ര നാളായിട്ട് അഴുക അതിൻ്റെ ഇങ്ങനെ
അത്രയും വിശുദ്ധമായ കാരണവും അഴുകാതെ ഈ ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ഗൈസ് ഞങ്ങളങ്ങനെ വീട്ടിലേക്കുള്ള വെൻഡിങ് റോസറി ഐറ്റംസ് ഒക്കെ കഴിക്കുകയാണ്. സോ ഇവിടെ പർച്ചേസ് ചെയ്ത് ഇതേ കൊള്ളാമല്ലേ. നമ്മളങ്ങനെ ചർച്ചിൻ്റെ ഉള്ളിൽ കയറി ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഗുഡ് എക്സ്പീരിയൻസ്. യെസ്, ഞങ്ങൾ ചെറിയൊരു ഭാഗം കണ്ടുള്ളൂ, എന്നാലും കാണാൻ പറ്റി. ബ്ലസ്ഡ്. യാ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. യാ, നല്ല അല്ലേ ഇവനെ. ഞങ്ങൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. എന്താ മ്യൂസിയം ആണോ അത്? ഇത് ഇതിന്റെ ചർച്ചിന്റെ ഓപ്പോസിറ്റുള്ള സ്ഥലമാണ്. എന്താന്നറിയില്ല. അപ്പൊ നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ്. എന്തായാലും നൈസ് പ്ലേസ് ആണ്. നമ്മൾ ഈ ഗോവ ട്രിപ്പ് പാക്കേജ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ലെജൻഡ്സ് ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പറയുന്ന ഒരു ടീമാണ് നമുക്കിത് അറേഞ്ച് ചെയ്ത് തന്നത്. സ്റ്റേ, ഫുഡ്, പിന്നെ അതുപോലെ തന്നെ റെൻറ്റ് സ്കൂട്ടർ, അതൊക്കെ അറേഞ്ച് ചെയ്യുന്നത് അവരാണ്. അപ്പോൾ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആവശ്യക്കാർ കോൺടാക്ട് ചെയ്ത് നോക്കും. എന്താ ഹിസ്റ്റോറിക്കൽ എന്താടാ നിനക്കോ? വളരെ ഓക്കെ ഗൈസ്, അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങളെ ബൈക്കിലൊന്നും ഒരു ചടപ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു റെസ്റ്റോറൻറ്റ് കിട്ടി. അപ്പോൾ ഞങ്ങളിവിടെ ജസ്റ്റ് വന്ന് ബാഗ് വെച്ച് ഫുഡ് കഴിക്കാനുള്ള പ്രിപ്പറേഷനിലാണ് അല്ലേ? അത് മേക്ക് ചെയ്യുന്ന പറയും ഒന്നും പറയാനില്ല. അപ്പം അങ്ങനെ എല്ലാവരും എടുക്കുന്നു. 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ നമ്മുടെ ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തത്. ഫ്രൈഡ് റൈസ്, നമ്മുടെ ഫ്രൈഡ് റൈസ് അങ്ങനെ എത്തിയിരിക്കുന്നു ഗൈസ്. റൈസ് ആണ് നമ്മുടെ ഫ്രൈഡ് റൈസ്. അമൽ, ഇവൻ എന്താണ് പറയാനുള്ളത്? എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? അജൻസ പറയ് ഫ്രൈഡ് റൈസ്. വെയിറ്റിംഗ് ആണ്. നീ പറയ്. എന്നിട്ട് പറ. ഇതാണ് നമ്മുടെ വെറുതെ താളി വന്നു. അല്ല താളിയില്ല, ഫ്രൈഡ് റൈസ് വന്നു. എങ്ങനെയുണ്ടാ ജൻസ? കഴിച്ച എങ്ങനെയുണ്ട്? 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 എങ്ങനെയുണ്ട് ഗൈസ്? അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിച്ച് ഇപ്പൊ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്നാണ് ഫുഡ് അടിച്ചത്. ഗുഡ് ഫുഡ്. Good food. I will suggest this place to when you come to Goa. I will suggest this place. Hotel name? Coconut Goan Fish Thali. Coconut Goan Fish Thali. Come to this hotel. Nice hotel, nice service, and everything is nice. This also nice service. Come to this hotel. Coconut Goan Fish Thali. Come to this hotel, nice service and nice marketing also. Okay, see you. ഗൈസ്, അങ്ങനെ നമ്മുടെ ട്രിപ്പ് അവസാനിക്കാറായി. ഇപ്പൊ നമ്മള് ട്രെയിൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് അല്ലടാ? കൊറേ രസകരമായ മെമ്മറീസ് ഉണ്ടായില്ലേ? എനിക്ക് കൂടുതൽ കാണാൻ പറ്റിയത് അമ്മലിന്റെ മെമ്മറീസ് ഇല്ലാത്തപോലെ. ഗൈസ്, അങ്ങനെ നമുക്ക് ട്രെയിൻ കിട്ടി. ട്രെയിൻ ഒരു അരമണിക്കൂർ ലേറ്റ് ആയിട്ടാവില്ലേ? അരമണിക്കൂറിനടുത്ത് ലേറ്റ് ആയിട്ട്. സോ നമ്മുടെ ഗോവ ട്രിപ്പ് ഇവിടെ അങ്ങനെ അവസാനിക്കാണ്. അമലി എറണാകുളത്ത് ഇറങ്ങും. ഞാൻ പിന്നെ ബാക്കിയുള്ള 3 പേരും ഞങ്ങള് തൃശ്ശൂർ ഇറങ്ങും. ഞാനും ജഡ്സിന് അങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? ജഡ്സൺ പറ. ജഡ്സനാണ് കൂടുതൽ അഡ്വഞ്ചർ ഉണ്ടായി ഈ ട്രിപ്പിൽ. നല്ല നല്ല അഡ്വഞ്ചേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ അങ്ങനെ ഗൈസ്, ഇനി അടുത്ത ട്രിപ്പിന്റെ വ്ളോഗായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും. അതിന് മുമ്പ് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ വ്ളോഗുകൾ ചെയ്യുന്നതായിരിക്കും. സോ ബൈ. ഓക്കെ ഗൈസ്, ബൈ.